കൂറ്റൻ പട്ടികളെയൊക്കെ അയച്ചുവിട്ട് കയ്യിൽ വടിവാളുമായി കഴിഞ്ഞ 2 ദിവസം വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കൊല്ലത്തെ ചിതറയിലെ സജീവനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്. ഇന്നലെ ഇതിലൊക്കെ കണ്ടു കാണും. സജീവൻ്റെ അമ്മ പറയുന്നത് സജീവന് മാനസിക പ്രശ്നമുണ്ടെന്നൊക്കെ ബന്ധുക്കൾ വെറുതെ ആരോപിക്കുന്നതാണ്. അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ആളല്ല സജീവൻ എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ ഭൂമിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭൂമി തൻ്റെ ഭൂമിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഈ നായ്ക്കളെയും വടിവാളുമായി ചെന്നാണ് ഭീഷണി മുഴക്കിയത്. ഈ ഭൂമി നിങ്ങൾ ഒഴിയണം, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊരു രേഖയും സജീവൻ്റെ പക്കലില്ലായിരുന്നു. പക്ഷേ ഈ അമ്മയും പറയുന്നത് ഇതെല്ലാം ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ഭർത്താവിൻ്റെ ആളുകൾ തട്ടിയെടുത്താണ്, അങ്ങനെ അത് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്, അങ്ങനെ ജയിലിലടക്കേണ്ട വലിയ തെറ്റൊന്നും ചെയ്ത ഒരാളല്ല തൻ്റെ മകൻ എന്ന് ഈ അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസെ, കൗതുകത്തോടു കൂടിയാണ് കേരളം ഇന്നലെ ഈ വാർത്ത കണ്ടത്. അമ്മയുടെ പ്രതികരണം ചിലപ്പോൾ സ്വാഭാവികമാണ്. ഏതൊരമ്മയും ചിലപ്പോൾ മകനെ അന്ധമായി ന്യായീകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ന്യായീകരണമായി കാണാം. എന്താണ് ഇതിന്റെ തുടർ നടപടികൾ? കിരൺ, ഇന്നലെ അമ്മയെ കൂടെ കൂട്ടിയാണ് ആശുപത്രി കൊണ്ട് ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത്. അതിനുശേഷം അമ്മയെ തിരികെ പോലീസ് വീട്ടിൽ കൊണ്ട് വിട്ടിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അമ്മയുടെ ആ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിലെല്ലാം അമ്മയെ പലതവണ കണ്ടാണ്, അമ്മയെ മർദ്ദിക്കുന്ന ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ ഉണ്ടാണ്. അപ്പൊ ഈ സജീവന്റെ അമ്മ ശ്യാമള പറയുന്നത് ഭർത്താവിന്റെ ബന്ധുക്കളാണ് ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഭർത്താവിന്റെ ബന്ധുക്കളാണ് എന്നൊരു വാദമാണ് സജീവന്റെ അമ്മ ശ്യാമള മുമ്പോട്ട് വെക്കുന്നത്. അതായത് ബന്ധുക്കൾ ആണ് ഈ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഭൂമി തനിക്കും മകനും തിരിച്ചു കിട്ടണം, അതിന്റെ പേരിലാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ. ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി പോയ സജീവനെ പണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അത് ബന്ധുക്കളടക്കമുള്ള ആളുകൾ മർദ്ദിച്ചു. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി പോകുന്ന സമയത്ത് മർദ്ദിക്കുമോ എന്ന ഭയം കാരണമാണ് വടിവാളും നായയുമായി സജീവൻ പോയത് എന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ സംഭവത്തിലടക്കം ജയിലിലടയ്ക്കാനുള്ള തെറ്റൊന്നും ചെയ്തിട്ടുള്ള തന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. തന്റെ വീട്ടിലേക്ക് എല്ലാവരും അതിക്രമിച്ച് കയറുകയായിരുന്നു. വീടിന്റെ പുറകുവശം തകർത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. അല്ലാതെ ഞങ്ങളായി ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് മകനെ കൊണ്ടുപോയത്. അതുകൊണ്ട് മകന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്നത് പോലും ശരിയല്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് പൂർണ്ണമായും മറ്റുള്ളവരുടെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാമള ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അമ്മ മകനെ ന്യായീകരിക്കുന്നത് മകൻ അങ്ങനെ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, മകന്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ പോലീസുകാരും മറ്റുള്ളവരൊക്കെ അതിക്രമിച്ച് കയറി ഞങ്ങളുടെ വീട് തകർത്ത് മകനെ കീഴ്പ്പെടുത്തുകയായിരുന്നു, അങ്ങനെ ജയിലിലടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.